ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കാവടയാണ് ഇന്നത്തെ റെസിപ്പി. പക്കാവട ഉണ്ടാക്കാനായിട്ട് ഞാൻ അരക്കപ്പ് കടൽമാവ് എടുത്തിട്ടുണ്ട്. ഇത് 240 ml കപ്പാണ്. ഇതിൽ അരക്കപ്പ് തന്നെ അരിപ്പൊടിയും എടുക്കുക. ഇതിൽ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 3/4 ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറോ സോൾട്ടഡ് ബട്ടറോ നമുക്ക് ഉപയോഗിക്കാം. വെണ്ണ റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോൾ കുഴച്ചെടുക്കാൻ ഈസി ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കൈവശം മിക്സ് ചെയ്യുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ ഈവൻ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കുക. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പോ കായമോ മുളക് പൊടിയോ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചായിട്ട് വെള്ളം തെളിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് കുഴയ്ക്കാനായിട്ട് എടുക്കുന്നത്. കുഴച്ച് സോഫ്റ്റ് ആയിട്ട് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ ഇടിയപ്പം മാവിനെ പോലെ കുഴച്ചെടുക്കാം. ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, എന്നാൽ നല്ല സോഫ്റ്റുമാണ്. ഇതാണ് പക്കാവട ഉണ്ടാക്കാൻ എടുക്കുന്ന ചില്ല്. ഇനി ഇതിലോട്ട് മാവ് ഇടുന്ന പോർഷനിൽ ഒന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കാം. ഡീപ് ഫ്രൈക്ക് ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇതിനായിട്ട് ഉപയോഗിക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ നല്ല പോലെ ഒന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മൾ പിഴിഞ്ഞുന്ന സമയത്ത് ഈസി ആയിട്ട് മാവ് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് സൈഡും എണ്ണ തേച്ച് കൊടുത്താൽ ഇനി ഇതിൻ്റെ ചില്ല് ഇതിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കാം. ഇനി മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച ശേഷം എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഡീപ് ഫ്രൈക്കുള്ള എണ്ണ ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടാക്കുക. ഇനി ഇത് വറുത്ത് കോരി മാറ്റി വയ്ക്കാനുള്ള ഒരു ചിപ്പിലും അടുത്ത് തന്നെ വെച്ചിരിക്കുക. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ ഇടാം. ഇനി അത് വറുത്ത് കോരി എടുക്കാനുള്ള ഒരു കറണ്ടിയും റെഡിയാക്കി വെക്കാം. ഇനി എണ്ണയുടെ ചൂട് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉരുള മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട ഉടൻ തന്നെ ഇത് മുകളിലോട്ട് പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയുടെ ചൂട് കറക്റ്റാണ്. ഇനി ഒരു മീഡിയം തീയിൽ ഇട്ട് വേണം മാവ് നമുക്ക് ഇതിലോട്ട് പിഴിയാനായിട്ട്. ഇനി ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു മീഡിയം തീയിൽ വെച്ച ശേഷം ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം. ഞാൻ റൗണ്ടായിട്ട് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം. ചീനച്ചട്ടിയുടെ വാവട്ടത്തിനനുസരിച്ചിട്ട് കൊള്ളുന്ന രീതിയിൽ പിഴിഞ്ഞു കൊടുക്കാം. ഇപ്പം നല്ലപോലെ ബബിൾസ് ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് താഴുമ്പോൾ വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്, എന്നാൽ മാത്രമേ നല്ലപോലെ വെന്തിട്ടുണ്ടാവൂ. അപ്പോൾ ഈ ബബിൾസ് ഒന്ന് കുറയുന്നത് വരേക്കും മീഡിയം തീയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബബിൾസ് ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തെ സൈഡിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡ് വെന്ത് കഴിഞ്ഞാൽ ബബിൾസ് ഒന്ന് കുറയും. ആ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ബബിൾസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറുമ്പോൾ ഒന്നും കൂടി ഇതൊന്ന് കളറാകും. ഇതുപോലെ ബാക്കി മുഴുവൻ നമുക്ക് വറുത്തുകോരി എടുക്കാം. ഇത് പക്കാവടയുടെ ചൂട് മുഴുവൻ മാറിക്കഴിഞ്ഞാൽ അതൊരു പാത്രത്തിൽ ഇട്ട് വെക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കുപ്പിയിലും ഇട്ട് വെക്കാം. ഉറപ്പുവരുത്തുക ഇതിൽ ഒട്ടും തന്നെ ഈർപ്പമില്ല എന്നുള്ളത്. അതിനായിട്ട് ഇട്ട് വെക്കുന്ന പാത്രം ഏതാണോ, സ്റ്റീലായാലും ചില്ലുകുപ്പി ആയാലും കഴുകിയ ശേഷം തുടച്ച് വെയിലത്ത് വെച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവില്ല. ഇത് പക്കോട ഒരുപാട് ദിവസം തണുത്തു പോകാതെ സൂക്ഷിക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു ക്വാണ്ടിറ്റിയാണ് പക്കോട ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ 2 ഇരട്ടിയായിട്ടോ 3 ഇരട്ടിയാക്കിയിട്ടോ ഇത് ചെയ്യാം. പക്കോടയ്ക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയോ 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റോ ഗരം മസാല പൊടിയൊക്കെ തന്നെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. വെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഇവിടെ എണ്ണ ഉപയോഗിക്കാം. ഡീപ് ഫ്രൈക്ക് ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ തന്നെ നിങ്ങൾക്ക് ഇവിടെ 3/4 ടീസ്പൂൺ ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം. മാവിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു പൊട്ടി പോകും. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. വെള്ളം കൂടിപ്പോയാണെങ്കിൽ കടലപ്പൊടി ഇട്ടും കടലമാവ് ചേർത്തിട്ടും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് കടലമാവിന് 1/2 കപ്പ് അരിപ്പൊടി എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് കടലമാവിന് 1/2 കപ്പ് അരിപ്പൊടി എന്നുള്ള അളവിലും ഉണ്ടാക്കാം. അപ്പോൾ പക്കാവടയ്ക്ക് ചെറിയൊരു കടലമാവിൻ്റെ ഒരു ടേസ്റ്റ് വരും എന്ന് മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ.